+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്ലാന്റ് ഫിസിയോളജിയാണ്. ഇതിൽ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡിഫ്യൂഷൻ എന്തെന്ന് പഠിച്ചു, ഓസ്മോസിസ് എന്തെന്ന് പഠിച്ചു, ഇംബൈബിഷൻ എന്തെന്ന് പഠിച്ചു, പ്ലാസ്മോളിസിസ് എന്തെന്ന് പഠിച്ചു, വാട്ടർ പൊട്ടൻഷ്യൽ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, പ്രഷർ പൊട്ടൻഷ്യൽ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ തുടർച്ച എന്നോണം കുറച്ച് കാര്യങ്ങളിവിടെ ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. കഴിഞ്ഞ അവസാന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൗ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ എന്നുള്ള ഒരു ഭാഗമാണ്. ഏത് പ്ലാന്റ്സ്? ഹയർ പ്ലാന്റ്സ്. ഹൗ ഹയർ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ. എല്ലാവർക്കും അറിയാം ഹയർ പ്ലാന്റ്സ് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഏത് വഴിയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്? ഹയർ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സറൗണ്ടിങ് സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൂട്ട്സ്. റൂട്ടിലെ ആരാണ്? റൂട്ട് ഹെയേഴ്സ്. അപ്പോൾ റൂട്ട് ഹെയേഴ്സ് ആണ് മണ്ണിൽ നിന്ന് ജലം ആഗിരണം ചെയ്യുന്നത്. എവിടെ? ഹയർ പ്ലാന്റ്സിൽ. അപ്പോൾ വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് റൂട്ട് ഹെയേഴ്സ് ആഗിരണം ചെയ്യുന്ന ജലം റൂട്ടിലെത്തി. ഇനി ഈ റൂട്ടിൻ്റെ ഡീപ്പർ ലെയേഴ്സിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്ക് ഈ ആഗിരണം ചെയ്ത ജലം എങ്ങനെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും രണ്ട് പാത്വേയിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. ജലത്തിൻ്റെ ഈ സഞ്ചാരം നടക്കുന്നത്, ജലത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പോൾ വേരുകൾ ആഗിരണം ചെയ്ത ജലം അല്ലെങ്കിൽ റൂട്ട് ഹെയേഴ്സ് ആഗിരണം ചെയ്ത ജലം വേരുകളിലെത്തി. ഇനി ഈ ജലം എന്ത് ചെയ്യണം? വേരിൻ്റെ അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഡീപ്പർ ലെയേഴ്സിലേക്കും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരണം. അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള വഴി എന്താണ്? അതിനുള്ള പ്രക്രിയ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് പാത്വേയിലൂടെയാണ്, രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന് അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോപ്ലാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് അഡ്ജസൻറ്റ് സെൽ വോൾസ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് അഡ്ജസൻറ്റ് സെൽ വോൾസ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ പ്ലാന്റ് എക്സെപ്റ്റ് അറ്റ് ദ കാസ്പേരിയൻ സ്ട്രിപ്സ് ഓഫ് ദ എൻഡോഡെർമിസ് ഇൻ ദ റൂട്ട്സ്. അപ്പോൾ it is a system of adjacent cell walls that is continuous throughout the plants. എവിടെ ഒഴിച്ച്? എക്സെപ്റ്റ് അറ്റ് ദ കാസ്പേരിയൻ സ്ട്രിപ്സ് ഓഫ് ദ എൻഡോഡെർമിസ് ഇൻ ദ റൂട്ട്സ്. അപ്പോൾ എൻഡോഡെർമിസിൽ കാണപ്പെടുന്ന കാസ്പേരിയൻ സ്ട്രിപ്സ് അതെന്താണ് എന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് കട്ടിയുള്ള ഭാഗമാണ്. അതുവഴി വാട്ടർ അല്ലെങ്കിൽ ജലം കടന്നു പോകത്തില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. എൻഡോഡെർമിസ് എന്താണ്, കാസ്പേരിയൻ സ്ട്രിപ്പ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. So, this type of movement of water occurs exclusively through the intercellular spaces and walls of the cells. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റിൽ, അപ്പോപ്ലാസ്റ്റ് പാത്വേയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ occurs exclusively through the intercellular spaces and the walls of the cells. And moreover, it does not involve crossing the cell membrane. ഇത് എന്തിനെ ക്രോസ് ചെയ്യുന്നില്ല? സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നില്ല. This movement is dependent on the gradients. ഓർക്കുക, the apoplast does not provide any barrier to water movements, and water movement is through a mass flow, occurs as mass flow. Once again, അപ്പോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു തടസ്സമാകുന്നില്ല വാട്ടർ മൂവ്മെൻറ്റിന്, ജലത്തിൻ്റെ സഞ്ചാരത്തിന്, ജലം മൂവ് ചെയ്യാൻ ഇതൊരു തടസ്സമാകുന്നില്ല.
and not provide any barrier to water movement, and water movement is through mass flow. Water movement occurs through mass flow. ശ്രദ്ധിക്കുക, as water vapor evaporates into the intercellular spaces or the atmosphere, a tension develops in the continuous stream of water in the apoplast. So mass flow of water occurs due to the adhesive and cohesive properties of water. So remember once again, as water vapor evaporates into the intercellular spaces or atmosphere, water vapor ആയിട്ട് intercellular spacesൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? എ ടെൻഷൻ ഡെവലപ്പ് ഇൻ ദ കണ്ടിന്യൂവസ് സ്ട്രീം ഓഫ് വാട്ടർ ഇൻ അപ്പോപ്ലാസ്റ്റ്. അപ്പോപ്ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്ട്രീമിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു. സോ മാസ് ഫ്ലോ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ അഡ്ഹസീവ് ആൻഡ് കൊഹസീവ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. അഡ്ഹസീവ് ആൻഡ് കൊഹസീവ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സോ അപ്പോൾ എന്താണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിസ്സാരമാണ്, ലളിതമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. നെക്സ്റ്റ് വൺ ഈസ്, രണ്ടാമത്തെ പാത്വേ എന്താ? സിംപ്ലാസ്റ്റ് പാത്വേ. സിംപ്ലാസ്റ്റ് പാത്വേ. സോ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ്. ഇതെന്ത് സിസ്റ്റമാണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് interconnected protoplasts. You know, nearest cells are connected through cytoplasmic strands that extend through the plasmodesmata. അടുത്തടുത്തുള്ള കോശങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. എന്ത് വഴി? ത്രൂ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ്. ഏതിലൂടെ? ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ. ഡ്യൂറിങ് ദിസ് മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് the water travels through the cells. Water എന്ത് ചെയ്യുന്നു? Travels through the cells, their cytoplasm. Intercellular movement is through the plasmodesmata. പ്രധാനമായിട്ടും ഇന്റർസെല്ലുലാർ മൂവ്മെൻറ്റ് നടക്കുന്നതിലൂടെയാണ്. ത്രൂ ദ പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, ക്ലിയർ? Then water has to enter the cells through the cell membrane, so the movement is relatively slower. സെൽ മെംബ്രെയിനിലൂടെ കടന്നു പോകണം ജലം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? സോ ദ മൂവ്മെൻറ്റ് ഈസ് റിലേറ്റീവ്ലി സ്ലോവർ. മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? സാവധാനത്തിലാകുന്നു, പതുക്കെ ആവുന്നു. ആൻഡ് മൂവ്മെൻറ്റ് ഈസ് അഗെയിൻ ഡൗൺ എ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ്. ആൻഡ് യു റിമെമ്പർ, സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് മേ ബി aided by cytoplasmic streaming. എന്താണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്താണ്? Then most of the water flow in the roots occurs via the apoplast. എങ്ങനെ? Why? Since the cortical cells are loosely packed. cortical cells loosely packed ആണ്. So most of the water flow in the roots occurs ഏത് വഴി? via the apoplast. എന്തുകൊണ്ടാ? since the cortical cells are loosely packed and so offer no resistance to water movements. അതുകൊണ്ട് വാട്ടർ മൂവ്മെൻറ്റിന് എന്തുണ്ടാകുന്നില്ല? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നില്ല, ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, but the endodermis is impervious to water. പൂർണ്ണമായിട്ടുമല്ല, but the endodermis is impervious to water because of a band of suberized matrix called Casparian strip. നേരത്തെ പറഞ്ഞു, എൻഡോഡെർമിസിലെ ചില സെൽസിൽ എന്തോന്നുണ്ട്? എ ബാൻഡ് ഓഫ് സുബറൈസ്ഡ് മാട്രിക്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കാസ്പേരിയൻ സ്ട്രിപ്പ്. അതുവഴി ജലം കടന്നു പോകാൻ പ്രയാസമാണ്. പക്ഷേ അവിടെ ജലം കടത്തിവിടുന്ന ചില സെൽസ് ഉണ്ട്, പാസേജ് സെൽസ് എന്ന് പറയും. ഓക്കെ, സോ വാട്ടർ മോളിക്യൂൾസ് ആർ അണേബിൾ ടു പെനട്രേറ്റ് ദ ലെയർ. എന്തുകൊണ്ട്? ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട്.
വാട്ടർ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. സോ ദേ ആർ ഡയറക്റ്റഡ് ടു വാൾ റീജിയൻസ്. So they are directed to wall regions, so that are not suberized, into the cells proper through the membrane. Okay, then the water then moves. The water then moves through the symplast and again crosses a membrane to reach the cells of the xylem. So the water then moves through the symplast and again crosses a membrane to reach the cells of the xylem. The movement of water through the root layers is ultimately symplastic in the endodermis. അപ്പോൾ the movement of water, ജലത്തിൻ്റെ മൂവ്മെൻറ്റ് ത്രൂ ദ റൂട്ട് ലേയേഴ്സുകളിലൂടെ ഈസ് അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായിട്ട് ഈസ് സിംപ്ലാസ്റ്റിക് ഇൻ ദി എൻഡോഡെർമിസ്. ബട്ട് ദ എൻഡോഡെർമിസ് ഈസ് ഇംപെർവിയസ് ടു വാട്ടർ. എൻഡോഡെർമിസ് വാട്ടർ കടത്തിവിടുന്നില്ല ബിക്കോസ് ഓഫ് എ ബാൻഡ് ഓഫ് സുബറൈസ്ഡ് മാട്രിക്സ് കോൾഡ് കാസ്പേരിയൻ സ്ട്രിപ്പ്. മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. എൻഡോഡെർമിസിൽ മിക്കവാറും സെൽസ് ജലം കടത്തിവിടത്തില്ല. കാരണം അതിലെന്തുണ്ട്, സുബറൈസ്ഡ് മാട്രിക്സ് ഉണ്ട്. അതിന് പറയുന്ന പേരെന്താ, കാസ്പേരിയൻ സ്ട്രിപ്പ്. മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ വാട്ടർ മോളിക്യൂൾസ് ആർ അണേബിൾ ടു പെനട്രേറ്റ് ദ ലെയർ. വാട്ടർ മോളിക്യൂൾസിന് ഇതിലൂടെ കടന്നു പോകാൻ പ്രയാസമാണ്. സോ ദേ ആർ ഡയറക്റ്റഡ് ടു വാൾ റീജിയൻസ്. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റഡ് ടു വാൾ റീജിയൻസ്. ആൻഡ് ദീസ് സെൽസ് ആർ നോട്ട് സുബറൈസ്ഡ്, that are not suberized into the cells proper through the membrane. The water then moves through the symplast and again crosses a membrane to reach the cells of the xylem. So the movement of water through the root layers is ultimately symplastic in the endodermis. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Once again, movement of water, ജലത്തിൻ്റെ മൂവ്മെൻറ്റ് ത്രൂ ദ റൂട്ട് ലെയേഴ്സ് ഈസ് അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായിട്ട് ഏത് വഴി, സിംപ്ലാസ്റ്റിക് ഇൻ ദി എൻഡോഡെർമിസ്. അതുവഴിയേ നടക്കൂ. ദിസ് ഈസ് ദ ഓൺലി വേ. ഇത് ഒരേ ഒരു മാർഗം എന്താണ്, ദിസ് ഈസ് ദ ഓൺലി വേ വാട്ടർ ആൻഡ് അതർ സൊല്യൂട്ട്സ് ക്യാൻ എൻറ്റർ ദ വാസ്കുലാർ സിലിണ്ടർ. ഈ വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലം വാസ്കുലാർ സിസ്റ്റത്തിലെത്തണം, വാസ്കുലാർ സിലിണ്ടറിലെത്തണം. അപ്പോൾ എൻഡോഡെർമിസിലൂടെയുള്ള മൂവ്മെൻറ്റ് അൾട്ടിമേറ്റ്ലി എന്താണ്, സിംപ്ലാസ്റ്റ് വഴിയാണ്, അല്ലെങ്കിൽ ആ പാത്ത് വേ വഴിയാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചിരിക്കുക, ഓർത്തിരിക്കുക. ഇൻ യങ് റൂട്ട്സ് വാട്ടർ എൻറ്റേഴ്സ് ഡയറക്റ്റ്ലി ഇൻ ടു ദ സൈലം വെസൽസ് ഓർ ട്രക്കീഡ്സ്. എന്തോ വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ സൈലത്തിലെ എലമെൻറ്റ്സാണ് വെസൽസ് ആൻഡ് ട്രക്കീഡ്സ്. സൈലത്തിൽ പ്രധാനമായിട്ടും 4 എലമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സൈലം വെസൽസ് ഉണ്ട്, സൈലം ട്രക്കീഡ്സ് ഉണ്ട്, സൈലം പാരൻകൈമയുണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്. അതിൽ ജലസംവഹനവുമായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട സെൽസ് ഏതൊക്കെയാണ്, സൈലം വെസൽസ് ആൻഡ് ട്രക്കീഡ്സ്. സോ ഇൻ യങ് റൂട്ട്സ് വി ക്യാൻ സീ വാട്ടർ enters directly into the xylem vessels or tracheids. These are non-living parts and so are the parts of the apoplast. അതുകൊണ്ട് തന്നെ ഇത് അപ്പോപ്ലാസ്റ്റിൻ്റെ ഭാഗമായി മാറും. Then some plants have additional structures associated with them that help in water and minerals absorption. ചില പ്ലാന്റ്സിന് ചില അഡീഷണൽ ഘടനകൾ ഉണ്ടാവും. എന്തുമായി ബന്ധപ്പെട്ട്, വാട്ടർ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന അഡീഷണൽ ഘടനകൾ, സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. വാട്ടർ മൂവ്മെൻറ്റ് മാത്രമല്ല, അതോടൊപ്പം മിനറൽസിൻ്റെ മൂവ്മെൻറ്റിനെയും സഹായിക്കുന്ന ചില അഡീഷണൽ ഘടകങ്ങളുണ്ടാവും, ഘടനയുണ്ടാവും, സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മൈക്കോറൈസ. എന്താണ് മൈക്കോറൈസ എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മൈക്കോറൈസ ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ഫംഗസ് with a root system. എന്താണ് മൈക്കോറൈസ? ഇറ്റ് ഈസ് എ symbiotic association of a fungus with a root system. The fungal filaments form a network around the young roots. ഈ ഫംഗൽ ഫിലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് പോലെയാകും. എവിടെ? around the young roots. And they have a very large surface area and that absorb minerals and ions and water from the soils. അപ്പോൾ ഈ ഫംഗസിൻ്റെ ഫിലമെൻറ്റ്സ്
ഒരു നെറ്റ്വർക്ക് പോലെയാകുന്നു. എവിടെ? അറൗണ്ട് ദ യങ് റൂട്ട്സ്, യങ് റൂട്ടിന് ചുറ്റും. പിന്നെ അവയ്ക്ക് എന്തുണ്ട്? ആൻഡ് ദേ ഹാവ് എ വെരി ലാർജ് സർഫേസ് ഏരിയ. അവയ്ക്കൊരു ലാർജ് സർഫസ് ഏരിയ ഉണ്ടാകുന്നു. ദാറ്റ് അബ്സോർബ് മിനറൽ അയോൺസ് ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ. The fungus provides minerals and water to the roots. Fungus എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? The fungus provides minerals and water to the roots. In turn, the roots provide sugars and other compounds to mycorrhizae. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഹിയർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ്. രണ്ടുപേർക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്നു. ഫംഗസ് ജലവും മറ്റ് ലവണങ്ങളും ആഗിരണം ചെയ്തു കൊടുക്കുന്നു. തിരിച്ച് ഫംഗസിന് എന്ത് കിട്ടുന്നു? ഷുഗേഴ്സ്. ദ റൂട്ട്സ് പ്രൊവൈഡ്സ് ഷുഗേഴ്സ് ആൻഡ് അതർ കോമ്പൗണ്ട്സ് ടു മൈക്കോറൈസേ. സോ സം പ്ലാന്റ്സ് ഹാവ് ആൻ ഒബ്ലിഗേറ്റ് അസോസിയേഷൻ വിത്ത് ദ മൈക്കോറൈസ. ചില പ്ലാന്റ്സിന് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. എന്തിനു വേണ്ടിയാ? ഫോർ എക്സാമ്പിൾ പൈനസ് സീഡ്സ്. Pinus seeds cannot germinate and establish without the presence of mycorrhizae. അതാണ് ഒബ്ലിഗേറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ആ അസോസിയേഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ പൈനസ് സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല ഏതില്ലെങ്കിൽ? മൈക്കോറൈസൽ അസോസിയേഷൻ ഇല്ലെങ്കിൽ. സോ പൈനസ് സീഡ്സ് കനോട്ട് ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് മൈക്കോറൈസേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. Then we have to discuss water movements up a plant. ജലം എങ്ങനെയാണ് സസ്യങ്ങളുടെ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്? The water absorbed by the higher plants needs to be transported to the upper parts, takes place through the xylem. ഹയർ പ്ലാന്റ്സിൽ വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലം അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്നത് ഏത് വഴിയാണ്? ഏത് വഴി? ത്രൂ ദ സൈലം. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു നോക്കൂ. ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ ഹയർ പ്ലാന്റ്സ് ഈസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ദി അപ്പർ പാർട്സ്, ടേക്സ് പ്ലേസ് ത്രൂ ദ സൈലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹൗ ദിസ് വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ വേരിയസ് പാർട്സ്. എങ്ങനെയാണ് ഈ ജലം വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ജലസംഭരണം നടക്കുന്നത്? ഈസ് ദ വാട്ടർ മൂവ്മെൻറ്റ് ആക്റ്റീവ് ഓർ ഈസ് ഇറ്റ് സ്റ്റിൽ പാസീവ്? ആക്റ്റീവ് മൂവ്മെൻ്റ് ആണോ അതോ പാസീവ് മൂവ്മെൻറ്റ് മാത്രമാണോ? ദെൻ ദ വാട്ടർ ഹാസ് ടു ബി മൂവ്ഡ് അപ്പ് എ സ്റ്റെം അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി. അല്ലേ? ഗുരുത്വാകർഷണത്തിനെതിരെയാണ് ജലത്തിന് മൂവ് ചെയ്യേണ്ടത്. അല്ലേ? എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ താഴേക്ക് പിടിക്കുന്നു, തിരിച്ചു പിടിക്കുന്നു. ഭൂമി ഇങ്ങോട്ട് പിടിക്കും, ഗുരുത്വാകർഷണം. അല്ലേ? ജലം അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് പ്രൊവൈഡ്സ് എനർജി ഫോർ ദിസ്? ഇതിനാവശ്യമായ ഊർജം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ലഭിക്കുന്നു? ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. എങ്ങനെയാണ് ഹൗ ദിസ് വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ വേരിയസ് പാർട്സ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈസ് ദ വാട്ടർ മൂവ്മെൻറ്റ് ആക്റ്റീവ് ഓർ ഈസ് ഇറ്റ് സ്റ്റിൽ പാസീവ്? മൂന്നാമത്തെ കാര്യം, ദ വാട്ടർ ഹാസ് ടു ബി മൂവ്ഡ് അപ്പ് എ സ്റ്റെം അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഭൂഗുരുത്വത്തിനെതിരെയായിട്ടാണ് വാട്ടറിന് മൂവ് ചെയ്യേണ്ടത്, ചലിക്കേണ്ടത്, സഞ്ചരിക്കേണ്ടത്, പോകേണ്ടത്. അപ്പോൾ വാട്ട് പ്രൊവൈഡ്സ് എനർജി ഫോർ ദിസ്? ഇതിന് ഊർജം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടുന്ന്, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് റൂട്ട് പ്രഷർ. Various ions from the soil are actively transported in the tissues of roots. Water follows and increases the pressure inside the xylem. അപ്പോൾ വേരിയസ് അയോൺസ്, വിവിധങ്ങളായിട്ടുള്ള അയോണുകൾ ഫ്രം ദ സോയിൽ, എവിടെ നിന്ന്? ഫ്രം ദ സോയിൽ എന്ത് ചെയ്യുന്നു? ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് എങ്ങോട്ട്? ഇൻ ടു ദ ടിഷ്യൂസ് ഓഫ് റൂട്ട്സ്. എങ്ങോട്ടാ? ഇൻ ടു ദ ടിഷ്യൂസ് ഓഫ് റൂട്ട്സ്.
water follows and increases the pressure inside the xylem. This positive pressure is called root pressure. ഇപ്പോൾ എന്താ റൂട്ട് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വേരിയസ് അയോൺസ് ഫ്രം ദ സോയിൽ ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ടിഷ്യൂസ് ഓഫ് റൂട്ട്സ്. വാട്ടർ ഫോളോസ് ആൻഡ് ഇൻക്രീസസ് ദ പ്രഷർ ഇൻസൈഡ് ദ സൈലം. അപ്പോൾ സൈലത്തിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പോസിറ്റീവ് പ്രഷറിന് പറയുന്ന പേരാണ് എന്താണ്? റൂട്ട് പ്രഷർ. Okay, clear? Then it is responsible for pushing up water to a small height in the stem. അപ്പോൾ റൂട്ടുകൾ ആഗിരണം ചെയ്യുന്ന ജലം റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലേക്ക് കുറച്ച് ഉയർത്തി വിട്ടുകൊടുക്കാൻ സഹായിക്കുന്ന ഒരു മർദ്ദമാണ് എന്ത് പറയുന്നത്? റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ റൂട്ട് പ്രഷർ കൂടുതലായി അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നതെന്ന് അറിയാവോ? ഇഫക്ട്സ് ഓഫ് റൂട്ട് പ്രഷർ is also observable at night. റൂട്ട് പ്രഷറിൻ്റെ ഇഫക്ട്സ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത് എപ്പോഴാണ്? അറ്റ് നൈറ്റ് ആൻഡ് ഏർലി മോർണിംഗ്. അതിരാവിലെയും. ആ സമയത്തെ വിശേഷം എന്താ? ആ സമയത്തെ പ്രത്യേകത എന്താ? when evaporation is low. ഇവാപ്പറേഷൻ വളരെ കുറവാണ്. And excess collects in the form of droplets around special openings of veins near the tips of grass blades and leaves of many herbaceous plants. Such water loss in its liquid phase is called guttation. Such water loss in its liquid phase is called guttation. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ പുൽവർഗത്തിൽപ്പെട്ട ചെടികളുടെ ഇലകളിൽ വെള്ളത്തുള്ളികൾ കാണും. നമ്മൾ പറയും, ഇന്നലെ എന്തോ ഒരു ഭയങ്കര മഞ്ഞായിരുന്നു, അതിഭയങ്കരമായ മഞ്ഞായിരുന്നു. മഞ്ഞുതുള്ളികളാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ അല്ല. എല്ലാ ചെടികളിലും ഈ പ്രതിഭാസം കാണുമോ? ഇല്ല. ഏത് ചെടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? ഗ്രാസ് വർഗത്തിൽപ്പെട്ട, പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അധികമുള്ള ജലം എന്ത് ചെയ്യുന്നു? ജലമായി തന്നെ, അതാണ് പറഞ്ഞത്, വാട്ടർ ലോസ് ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫേസ്. ജലമായി നഷ്ടപ്പെടുന്നു. ആ ജലമായി നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഗട്ടേഷൻ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഗട്ടേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് നോക്കൂ, ഈ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ ഇലകളുടെ പുറത്ത് വെള്ളത്തുള്ളികൾ ഇരിക്കുന്നതാണ്. അത് മഞ്ഞുതുള്ളികളല്ല. ഈ ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് മൂലമുണ്ടാകുന്ന ജലമാണ് തോന്നുന്നത്. ആ നഷ്ടപ്പെടുന്ന ജലമാണ് അതിൻ്റെ മുകളിലുണ്ടാകും. ഹൈഡത്തോട്സ് എന്ന് പറയുന്ന ഓർഗൻസ് വഴിയാണ്, ടിഷ്യൂസ് വഴിയാണ് ഈ പ്രവർത്തനം പ്രധാനമായിട്ടും നടക്കുന്നത്. Then, root pressure only provide a modest push in the overall process of water transport. Root pressure only provide a modest push in the overall process of water transport. വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ, ജലസംഭരണം നടക്കണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഏതാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഏതാണ്? റൂട്ട് പ്രഷർ. They obviously do not play a major role in water movement up tall trees. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വലിയ വൃക്ഷങ്ങളിൽ, വലിയ മരങ്ങളിൽ, മുള പോലുള്ള, അല്ലെങ്കിൽ യുക്കാലിപ്റ്റസ് പോലുള്ള, അല്ലെങ്കിൽ മാവ് പോലുള്ള, അല്ലെങ്കിൽ പ്ലാവ് പോലുള്ള, അല്ലെങ്കിൽ തെങ്ങ് പോലുള്ള, അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ പോലുള്ള വലിയ വൃക്ഷങ്ങളിൽ ഈ റൂട്ട് പ്രഷർ മൂലമാണ് ഈ ജലം മൊത്തം മുകളിലേക്ക് കയറി പോകുന്നതെന്ന് ധരിക്കരുത്. The greatest contribution of root pressure may be to establish the continuous chains of water molecules in the xylem, which often break under the enormous tensions created by transpiration. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസിനൊരു കണ്ടിന്യൂറ്റി നിലനിർത്താൻ സഹായിക്കുന്ന പ്രവർത്തനമാണ് പ്രധാനമായിട്ടും
root pressure. And root pressure does not account for the majority of water transports. അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നുന്നു ഈ വാട്ടറിൻ്റെ ജലസംവഹനം നടക്കുന്നതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം റൂട്ട് പ്രഷറിനല്ല. പ്രത്യേകിച്ചും വലിയ വൃക്ഷങ്ങൾ, വലിയ മരങ്ങളിൽ. പിന്നെയോ റൂട്ട് പ്രഷർ ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ മെജോറിറ്റി ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്സ്, ബട്ട് മോസ്റ്റ് പ്ലാന്റ്സ് മീറ്റ് ദെയർ നീഡ് ബൈ ട്രാൻസ്പിറേഷൻ പുൾ. അപ്പോൾ ഈ പ്രവർത്തനം മിക്കവാറും എല്ലാ ചെടികൾ, വലിയ ചെടികളിലൊക്കെ നടക്കുന്നത് റൂട്ട് പ്രഷർ മാത്രം കൊണ്ടല്ല, ഒരു ചെറിയ സഹായം മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ മൂവ്മെൻറ്റ് നടക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ട്രാൻസ്പിറേഷൻ പുൾ. എന്താണ് ആ വാക്ക് ശ്രദ്ധിച്ചിരിക്കണം? എന്താണ് ട്രാൻസ്പിറേഷൻ പുൾ? ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആ റൂട്ട് പ്രഷറിനെ കുറിച്ചാണ് സംസാരിച്ചത്. റൂട്ട് പ്രഷർ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, വലിയ വൃക്ഷങ്ങളിലൊക്കെ ജലസംഭരണം നടക്കാൻ സഹായിക്കുന്നത് പ്രധാനമായിട്ടും ഏത് പ്രവർത്തനമാണ്, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ, വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട അധ്യാപകരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. അതും നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അത് കുറിച്ചിടുക. ശ്രദ്ധയോടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ അസൈൻമെൻറ്റ്, കമ്പയർ അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. രണ്ടാമത്തെ അസൈൻമെൻറ്റ്, വാട്ട് റോൾ does root pressure play in water movements in plants? Once again, what role does root pressure play in water movements in plants? Third one is, what is guttation? What is guttation? ഇതെല്ലാം ഈ അസൈൻമെൻറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ശ്രദ്ധയോടെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. വായിച്ച് പഠിക്കുക, ശ്രമിക്കുകയല്ല, വായിച്ച് പഠിക്കണം തീർച്ചയായിട്ടും. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.